ഹലോ, നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ലൈഫിലെ ഒഴിച്ചുകൂടാനാവാത്ത ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. പോകുന്ന വഴി ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വാങ്ങി. ഹാൻഡ് ബാഗ് ആയിരുന്നു കേട്ടോ ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിയിരുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. ഉണ്ണിയുടെ വക ഒരു കേക്ക് കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള നമ്മുടെ ഹോം ബേക്കർ ആയിട്ടുള്ള അനുചേച്ചി ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം കേക്ക് സെറ്റ് ചെയ്ത് തന്നത്. എഗേപ്പ് ഹോം മെയ്ഡ് കേക്ക്സ് എന്നാണ് കേട്ടോ ചേച്ചിയുടെ കേക്ക് ഹൗസിൻ്റെ പേര്. കേക്കൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. വേറെ ആരുടെ അല്ല, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അമ്മ ശരിക്കും ഒന്ന് സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ ഒരു ഡയലോഗ് കേൾപ്പിക്കാം. ഇതുമായിട്ട് സാമ്യമായിട്ടുള്ള എന്തെങ്കിലും ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണേ. അങ്ങനെ സർപ്രൈസ് ആയ നമ്മുടെ ജയക്കുട്ടി എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് വേഗം പോയി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വരുന്നുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഈ കേക്ക് ഒന്ന് പരിചയപ്പെടാം. ഇത്തവണ നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി ഡ്രസ്ലെച്ചസ് എന്ന് പറഞ്ഞ കേക്കാണ് ഓർഡർ ചെയ്തത്. ഭയങ്കര മിൽക്കി ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കേക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കേക്കിൻ്റെ കൂടെ ഒരു ബൗളിൽ ഒരു പാത്രം നിറച്ച് മിൽക്ക് നമുക്ക് തരും കേട്ടോ. ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചാണ് കട്ട് ചെയ്ത് കഴിക്കുന്നത്. ഫൈനലി നമ്മുടെ ജയക്കുട്ടി ഇതാ കേക്ക് കട്ട് ചെയ്യാൻ അണിഞ്ഞൊരുങ്ങി സുന്ദരി കുട്ടപ്പിയായിട്ട് വന്നിട്ടുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്തു. ഭയങ്കര മിൽക്കി ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ജയക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഞങ്ങളിതാ നേരെ കടമനിട്ടയ്ക്ക് തിരിച്ചു. അപ്പൊ ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.